നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കൽവട്ടം ശ്രീ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനവും ക്ഷേത്രോത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. ഭഗവാന്റെ തിരുനാളും കേരള തനിമയുടെ സുദിനവുമാണ് തിരുവാതിര. കേരളമൊട്ടാകെ ആഘോഷിക്കുന്ന സ്ത്രീകളുടെ ഒരു ഉത്സവം. ശ്രീ മഹാദേവന്റെ തിരുമുമ്പിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് തിരുവാതിരയുടെ ഐതിഹ്യവും മാഹാത്മ്യവും ചടങ്ങുകളും ഒരു ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ഈ പടിപ്പുര കടന്നാൽ മലയാണ്മയുടെ സുന്ദരമായ ആ ആഘോഷ നാളുകളിലേക്ക് പ്രവേശിക്കുകയായി. തിരുവാതിരയുടെ മണിമുറ്റത്തേക്ക് വരും, നമുക്കൊന്ന് പോയി നോക്കാം. തിരുവാതിര സ്ത്രീകളുടെ ആഘോഷമായതിനെക്കുറിച്ച് നിലവിൽ പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ദക്ഷൻ്റെ പുത്രിയായിരുന്ന സതിയുടെ പുനർജന്മമാണ് പാർവതി. മുൻ ജന്മത്തിലെ ഭർത്താവായിരുന്ന ശ്രീ പരമേശ്വരനെ ഈ ജന്മത്തിന് ഭർത്താവായി കിട്ടാൻ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര. ശ്രീ പരമേശ്വരനെ പതിയായി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആ കാലടികളിൽ കാത്തിരിക്കുകയായിരുന്ന പാർവതീദേവിയുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ കാമദേവൻ ശിവന് നേരെ തൻ്റെ മന്മഥ ബാണം പ്രയോഗിച്ചു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന പരമേശ്വരൻ തൻ്റെ തപസ്സിന് ഭംഗം വരുത്തിയ കാമദേവനെ മൂന്നാം തൃക്കണ്ണുകളിൽ നിന്നും പുറപ്പെട്ട അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞു. ഇതറിഞ്ഞ ദുഃഖിതയായ കാമദേവന്റെ പത്നി രതിദേവിയെ ശ്രീപാർവതി ആശ്വസിപ്പിച്ചു. ദേവിയുടെ നിർദ്ദേശപ്രകാരം വ്രതം നോറ്റ രതിദേവിയുടെ പ്രാർത്ഥന കാരണം പുനർജന്മം കിട്ടിയ കാമദേവനും ദേവിയും ഒരുമിച്ച സുദിനമാണത്രേ തിരുവാതിര. ഐതിഹ്യങ്ങൾ എന്തൊക്കെയായാലും ശ്രീ പാർവതിയുടെയും രതിദേവിയുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് സുമംഗലികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഋതുമതികളായ കന്യകമാർ ഉത്തമനായ വരനെ ലഭിക്കുവാനും വ്രതശുദ്ധിയോടെ ഈ തിരുവാതിര കൊണ്ടാടുന്നു. ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുചേർന്ന് വരുന്ന ദിവസമാണ് തിരുവാതിര ആഘോഷം. രേവതി നാൾ മുതൽ സുമംഗലികൾ വ്രതശുദ്ധിയോടെ പരമശിവനെ ആരാധിക്കാൻ തുടങ്ങുന്നു. അശ്വതി നാളിൽ പുലർച്ചയോടെ തിരുവാതിര വരവേൽപ്പിനായി വീടുകൾ അലങ്കരിക്കും. തിരുവാതിരകളിയും മറ്റുള്ള ഒരുക്കങ്ങളുമായി ആഹ്ലാദം നിറഞ്ഞ അന്തരീക്ഷം. മകയിരനാൾ മക്കൾക്ക് വേണ്ടിയും തിരുവാതിര ഭർത്താവിന് വേണ്ടിയും പുണർദനാൾ സഹോദരങ്ങൾക്ക് വേണ്ടിയും നോയമ്പെടുത്തുകൊണ്ട് സ്ത്രീകൾ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകയിരനാളിൽ തിരുവാതിരാഘോഷങ്ങളിൽ പങ്കുചേരാൻ സന്ധ്യയാകുമ്പോഴേക്കും ആളുകളെല്ലാവരും വന്നുചേരും. വിളക്ക് കൊളുത്തി വെച്ച് പൂക്കൾ, അഷ്ടമംഗല്യം തുടങ്ങിയവ ഒരുക്കി വയ്ക്കും. പിന്നെ തിരുവാതിരപ്പാട്ടുകളിൽ ഗണപതി, സരസ്വതി, പദം എന്നിവ ആടിക്കഴിഞ്ഞാൽ വിളക്കത്ത് പൂജ ചെയ്യും. തിരുവാതിരപ്പാട്ടുകളിൽ ഗണപതി, സരസ്വതി, പദം എന്നിവ ആടിക്കഴിഞ്ഞാൽ വിളക്കത്ത് പൂജ ചെയ്യും. പൂത്തിരുവാതിരക്കാരാണ് പൂജ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സുമംഗലികൾ ആരെങ്കിലും.
പങ്കെടുക്കുന്ന എല്ലാവർക്കും കൂവ കുറുക്കിയതും പുഴുക്കും എട്ടങ്ങാടിയും കഴിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ ദശപുഷ്പം ചൂടൻ. മഞ്ഞൾ, കുങ്കുമം എന്നിവ കൊണ്ട് 3 കുറിയിടണം. പിന്നെ കരിക്കിൻ വെള്ളം എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കും. പൂജ കഴിഞ്ഞാൽ ദശപുഷ്പം ഭർത്താവിനെ ചൂടിക്കണമെന്നാണ് ആചാരം. മകയിരം നാളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി. ചേന, ചേമ്പ്, കാച്ചിൽ, ഏത്തപ്പഴം എന്നിവ കനലിൽ ചുട്ടെടുത്ത് നാളികേരം, കരിമ്പ്, കദളിപ്പഴം എന്നിവ ചേർത്ത് ഇളക്കി ഇതിലേക്ക് നവധാന്യം വറുത്തിട്ട് ശർക്കര പാവ് കാച്ചി ഇതിലേക്ക് ചേർത്ത് ഇളക്കി കുഴച്ചെടുക്കുന്ന ഒരു വിഭവമാണ് എട്ടങ്ങാടി. ആദ്യം അത് ഗണപതി, ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, ചന്ദ്രൻ എന്നീ ദേവന്മാർക്ക് നിവേദിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നു. ഭക്ഷണശേഷം വെറ്റിലയും അടക്കയും മുറുക്കി എല്ലാവരും പിരിയുന്നു. തിരുവാതിര നാൾ പുലർച്ചെ കുളിച്ച് ഇണമുണ്ടുടുത്തുകൊണ്ട് അമ്പലത്തിൽ പോയി കരിക്കും പഴവും നേദിച്ചു കൊണ്ടുവരുന്നു. അത് കഴിച്ചതിന് ശേഷമേ മറ്റാഹാരങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. അരി ഭക്ഷണം കഴിക്കാറില്ല. ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറും പുഴുക്കും പപ്പടവുമാണ് പ്രധാനം. സന്ധ്യയോടെ എല്ലാവരും വീണ്ടും ഒത്തുചേരുന്നു. അന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്ദരമായ ആഘോഷ ചടങ്ങുകൾ. പങ്കെടുക്കുന്നവർക്ക് കൂവ ഉറുക്കിയത്, ഗോതമ്പ് മാവ്, പഴം പുഴുങ്ങിയത്, പപ്പടം എന്നിവ കഴിക്കാൻ കൊടുക്കും. തിരുവാതിര ദിവസം വൈകിട്ട് വ്രതം നോറ്റിട്ടുള്ള സുമംഗലികൾ ആദ്യം വീട്ടുമുറ്റത്ത് അഷ്ടദിക്പാലന്മാരെ പൂജിക്കുന്നു. തുടർന്ന് അർദ്ധനാരീശ്വരനെ സങ്കല്പിച്ച് പൂജ. പാതിവൃത്യത്തിൻ്റെ പ്രതീകമായി കരുതുന്ന വസിഷ്ഠപത്നി അരുന്ധതി ദേവിയെ പൂജാപാത്രത്തിൽ സങ്കല്പിച്ച് നമസ്കരിക്കണം. തുടർന്ന് തിരുവാതിരക്കളി ആരംഭിക്കലായി. ഗണപതി തമ്പുരാനേ, ഒന്നുണ്ടോ നിന്നോടു ചോദിക്കുന്നു, പൊന്നല്ല പണമല്ല രത്നമല്ല. ആദ്യം ഗണപതി ചുവട്, പിന്നെ നേരം പുലരുന്നത് വരെ സരസ്വതി, ഭദ്രകാളി, പാർവതി, ശിവൻ, പിന്നെ ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടി എല്ലാവരും തിരുവാതിര കളിക്കുന്നു. സഖിമാരാം ഗോപസ്ത്രീകൾ സരസിജ സഖി പുത്രി നദീതൻ തീരേതൈത തൂകിലെല്ലാം അഴിച്ചിട്ട് അവരെല്ലാം കുളിക്കുമ്പോൾ മൂകിൽ കള്ളം പറകയില്ല വല്യമ്പ്രാട്ടി കയ്യൊന്നു കാട്ടിയാട്ടെ, ഉള്ളതു ചൊല്ലാമല്ലോ വല്യമ്പ്രാട്ടി കയ്യൊന്നു കാട്ടിയാട്ടെ, കയ്യൊന്നു കാട്ടിയാട്ടെ. പുത്ര സൗഭാഗ്യമുണ്ടേ വല്യമ്പ്രാട്ടി മക്കളിരുവരുണ്ടേ, വസ്തു സമ്പത്തധികം വല്യമ്പ്രാട്ടി എപ്പോഴും കയ്യിലുണ്ടേ, എപ്പോഴും കയ്യിലുണ്ടേ. മൂത്ത മകനൊരുവൻ പണത്തിനായാതി പെരുത്തവനോ, കാട്ടിടും ഗോഷ്ഠിയൊന്നും മിണ്ടാൻ വയ്യ ദുഃഖമകറ്റിടണം. അടിച്ചിട
അടിച്ചിടാം കൂട്ടുകാരെ പോരിൻ കുന്നല നാട്ടിലെ മംഗമാരെ. കുമ്പി അടിച്ചിടാം കൂട്ടുകാരെ പോരിൻ കുന്നല നാട്ടിലെ മംഗമാരെ. പാട്ടുകൊണ്ടിനിയും നങ്ങേലി മങ്കയും പാണികൾ കൊട്ടിക്കൊണ്ടാടിടണം, പാണികൾ കൊട്ടിക്കൊണ്ടാടിടണം. ഇടിച്ചൂടൻ മോദത്തോടു മേളിച്ചൊരു പൂലത്തോടു താളത്തോടു, മോദത്തോടു മേളിച്ചൊരു പൂലത്തോടു താളത്തോടു. കുമ്പി അടിച്ചിടാൻ കൂട്ടുകാരെ പോരിൻ കുന്നല നാട്ടിലെ മംഗമാരെ. 8 ചുവടു വെച്ചെട്ടു പേർ ചേർന്നുള്ള വട്ടമായി 8 പാട്ടുപാടാം. 8 ചുവടു വെച്ചെട്ടു പേർ ചേർന്നുള്ള വട്ടമായി 8 പാട്ടുപാടാം. ഒട്ടുവിൻ താള രാമമംഗളം ഗോകുല ബാല ശ്രീകൃഷ്ണ രാമമംഗളം. പദം, കുമ്മി, കുറത്തി, വഞ്ചിപ്പാട്ട്, മംഗളം എന്നിങ്ങനെ വിവിധ താളത്തിലും ഈണങ്ങളിലും പാട്ടുകൾ പാടിക്കൊണ്ട് കൈകൾ സ്വയം കൊട്ടിക്കൊണ്ടും കൂടെ കളിക്കുന്നവരുടെ കൈകളിൽ അടിച്ചുകൊണ്ടും ആടിക്കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഭാഗവതം, മഹാഭാരതം, ശിവപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്ത കഥാഭാഗങ്ങളും ദേവീദേവന്മാരെ സ്തുതിക്കുന്നതുമായ ആണ് തിരുവാതിര പാട്ടുകളിൽ ഏറെയും. തിരുവാതിര കളി കഴിഞ്ഞ് അല്പം വിശ്രമം. അന്ന് രാത്രി ഉറക്കമൊഴക്കലാണ്. പിന്നീട് മംഗല്യവതികളായ സ്ത്രീകൾ വിളക്കത്ത് പൂജ അർപ്പിക്കുന്നു. കൊച്ചുമുല്ല പൂവാലേ പൂജൊരിഞ്ഞു, തൈങ്കളത്തിൽ വീണ പൂവ് താനെടുത്തിട്ടാരാധിച്ചു. ആരാധിച്ച പന്തലിലെ അലങ്കരിച്ച ഗണപതിയെ രണ്ടാകും കൊച്ചുമുല്ല. തുടർന്ന് വെള്ളം നിറച്ച കിണ്ടിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന തൂശനിലയിൽ ദശപുഷ്പം, അടയ്ക്കാമണിയൻ എന്നിവ വെച്ച് കിണ്ടി തലയിൽ വെച്ചുകൊണ്ട് പടിപ്പുര വരെ പോകുന്നു. രണ്ടാം കൂമ്പു വിളങ്കൂമ്പിൽ കോമളം കൂമ്പിനു തണ്ടുമുറ്റി, ആടിലെ തേരിലെ കന്യകമാരെ ആഴിൽ പാടി വിളക്കെടുപ്പിൻ. മൂന്നാം കൂമ്പു വിളങ്കൂമ്പിൽ കോമളം കൂമ്പിനു തണ്ടുമുറ്റി, ഒന്നാനാം കുന്നിന്മേൽ ഒരടി മണ്ണിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, പൂവന്നു, കായ് വന്നു, പാലയ്ക്കു നീർ കൊടുവാർ കുഴലി. രണ്ടാനാം കുന്നിന്മേൽ രണ്ടടി മണ്ണിന്മേൽ രണ്ടല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, പൂവന്നു, കായ് വന്നു, പാലയ്ക്കു നീർ കൊടുവാർ കുഴലി. മൂന്നാനാം കുന്നിന്മേൽ മൂന്നടി മണ്ണിന്മേൽ മൂന്നല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, പൂവന്നു, കായ് വന്നു, പാലയ്ക്കു നീർ കൊടുവാർ കുഴലി. നാലാനാം കുന്നിന്മേൽ നാലടി മണ്ണിന്മേൽ നാലല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, പൂവന്നു, കായ് വന്നു, പാലയ്ക്കു നീർ കൊടുവാർ കുഴലി. അഞ്ചാനാം കുന്നിന്മേൽ പടിപ്പുരയ്ക്കടുത്ത് മണ്ണിൽ ദശപുഷ്പങ്ങൾ നടുകയും അവയ്ക്ക് വെള്ളം പകരുകയും വേണം. വീണ്ടും അവയെ പൂജിച്ച് തിരികെ കൊണ്ടുവരുന്നു. നീർ കൊടുവാർ കുഴലി. ആറാനാം കുന്നിന്മേൽ ആറടി മണ്ണിന്മേൽ ആറല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, പൂവന്നു, കായ് വന്നു, പാലയ്ക്ക് നീർ കൊടുവാർ കുഴലി. ഏഴാനാം കുന്നിന്മേൽ ഏഴടി മണ്ണിന്മേൽ ഏഴല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു, മുല്ലയിളം കൊടി മുല്ലയിൽ കേറിക്കൊണ്ടാലമ്മ പൂ പറിപ്പാൻ. ഒന്നൊടിച്ചമ്മ മുടിയിലും വച്ചു, ഒന്നര വട്ടക പൂ പറിച്ചു. രണ്ടാം മുല്ലയിളം കൊടി മുല്ലയിൽ കേറിക്കൊണ്ടാലമ്മ പൂ പറിച്ചു. രണ്ടടിച്ചമ്മ മുടിയിലും വച്ചു, രണ്ടര വട്ടക പൂ പറിച്ചു. മൂന്നാം മുല്ലയിളം കൊടി മുല്ലയിൽ കേറിക്കൊണ്ടാലമ്മ പൂ പറിപ്പാൻ. മൂന്നൊടിച്ചമ്മ മുടിയിലും വച്ചു, മൂന്നര വട്ടക പൂ പറിച്ചു. നാലാം മുല്ലയിളം കൊടി മുല്ലയിൽ നേറിക്കൊണ്ടാലമ്മ പൂ പറി. മംഗല്യാതിര നൽപുരാണം എങ്കിലോ കേട്ടാലും ഉള്ളവണ്ണം. ഈ സമയത്തെല്ലാം പാട്ടുകൾ പാടി മറ്റുള്ളവർ അനുഗമിക്കുന്നു. തിരികെ കൊണ്ടുവന്ന ദശപുഷ്പങ്ങളും മറ്റും എല്ലാവർക്കും ചൂടാൻ കൊടുക്കുന്നു. അവ ഭർത്താവിനും ചൂടാൻ കൊടുക്കണം. പിറ്റേന്ന് നേരം പുലരുന്നതിന് മുമ്പ് വിളക്കും പൂക്കളുമായി കുളക്കടവിലേക്ക്. തുടിച്ചുപൊളി എന്നത് തിരുവാതിരയുടെ ഒരു ചടങ്ങാണ്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ. ഭഗവതിക്കും തിരുനോയമ്പ് ഉണ്ണരൂത ഉറ
ഉറങ്ങരുത്. തുടിക്കണം പോൽ കുളിക്കണം പോൽ ആടണം പോൽ പാടണം പോൽ ധനുമാസത്തിൽ തിരുവാതിര. വെള്ളത്തിലിറങ്ങി ആദ്യം ഗംഗയെ ഉണർത്തുന്ന പാട്ട് പാടണം. പിന്നെ എല്ലാവരും വട്ടത്തിൽ നിന്നുകൊണ്ട് കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒന്നിച്ച് വെള്ളത്തിൽ കൊട്ടുന്നതാണ് തുളിച്ചൂളിപ്പാട്ട്. അങ്ങനെ പാടി കുളിച്ചു കയറിയ ശേഷം സുമംഗലികൾ നിലവിളക്ക് കൊളുത്തി അതിനു മുമ്പിൽ നിന്നുകൊണ്ട് മഞ്ഞൾക്കുറി വരച്ച് ചന്ദനം കൊണ്ട് നെറ്റിയിൽ 3 വരയിടണം. സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തി വാലിട്ട് കണ്ണെഴുതുകയും വേണം. പ്രത്യേകതകളുള്ള വിവിധേനം ഔഷധച്ചെടികളുടെ ഇലയും പൂവുമാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തേതാണ് കറുക, ആദിത്യദേവനുള്ളതാണ്, രോഗശാന്തി വരുത്തുവാനുള്ളതാണ്. രണ്ടാമത്തേത് വിഷ്ണുക്രാന്തി, ശ്രീകൃഷ്ണ ഭഗവാന് അർപ്പിക്കുവാനുള്ളതാണ്. ആയുസ്സൊടുങ്ങുമ്പോൾ വിഷ്ണു ലോകത്ത് എത്തിച്ചേരുവാൻ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. മൂന്നാമത്തേത് തിരുതാളി, മഹാലക്ഷ്മിയെ പൂജിക്കാൻ, ഐശ്വര്യം ഉണ്ടാവാൻ. പൂവാങ്കുരുനില, ബ്രഹ്മാവിനും മഹാലക്ഷ്മിക്കും ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ. അഞ്ചാമത്തേത് കയ്യൂന്നി, പരമശിവനെ ആരാധിക്കാൻ, എല്ലാ ദോഷങ്ങളും അകറ്റാൻ. മുക്കൂറ്റിപ്പൂ പാർവതീദേവി ചൂടിയിരുന്നാണ് ഭർത്താവിൻ്റെ സൗഖ്യത്തിനു വേണ്ടി. ഏഴാമത്തേതാണ് നിലപ്പന, വിവേകം, നല്ല ചിന്ത എന്നിവ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത് ചൂടുന്നത്. എട്ടാമത്തേതാണ് ഉഴിഞ്ഞ, ഇന്ദ്രദേവന് വേണ്ടി സമർപ്പിച്ചാൽ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം. ഒമ്പതാമത്തേത് ചെറുള, ദീർഘായുസിനു വേണ്ടി യമധർമ്മന് സമർപ്പിക്കുന്നു. 10 മുയൽ ചെവിയൻ, പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടാവാൻ കാമദേവന് സമർപ്പിക്കുന്നതാ. ഈ ദശപുഷ്പങ്ങൾ ചൂടുന്നതിലൂടെ സുമംഗലികളും പെൺകുട്ടികളും കുടുംബത്തിനും സമൂഹത്തിനും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കുളി കഴിഞ്ഞ ശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കരിക്കും പഴവും നേദിക്കണം. അത് പ്രസാദമായി കഴിച്ചുകൊണ്ടാണ് തിരുവാതിര നോയമ്പ് വിടുന്നത്. പിന്നീട് അരിഭക്ഷണം കഴിക്കാം. സഹോദരങ്ങളുള്ളവർ അവരുടെ ക്ഷേമത്തിനായി പുണർദന്നാൾ കാൽഭാഗം വരെ വ്രതമനുഷ്ഠിക്കാറുണ്ട്. ഒരു വർഷത്തെ തിരുവാതിര ആഘോഷം ഇന്ന് അവസാനിക്കുകയായി. കേരളത്തിലെമ്പാടുമുള്ള സ്ത്രീകൾ കാലങ്ങളായി കൊണ്ടാടുന്ന തിരുവാതിര ഭക്തിയുടെ മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ സാംസ്കാരിക തനിമയുടെ നേർസാക്ഷ്യം കൂടിയാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും കുടുംബനാഥൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പതിവ്രതകളായ സ്ത്രീകൾ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന തിരുവാതിര നോയമ്പും മറ്റനുഷ്ഠാനങ്ങളും ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്കും തലമുറകളുടെ നിലനിൽപ്പിനും കൂടി ഉള്ളതാണെന്ന തിരിച്ചറിവ് നാരീശക്തിയുടെ പാടിപ്പതിഞ്ഞ ശീലുകളുടെ പതിഞ്ഞ കാഹളമാണ്.